ഉച്ചക്കലത്തേക്കുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അത് അരി വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വിസിൽ പോകാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ കറിയായിട്ട് പടവലങ്ങയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ബ്രദറിൻ്റെ മോൾ എത്തിയിട്ടുണ്ടായിരുന്നു, ഐറുമ്മ. ആളിരുന്ന് ടി വി കാണുകയാണ് കേട്ടോ. ഈ സമയത്ത് വിസിൽ പോയപ്പോൾ ഞാൻ ചോറ് ഊറ്റി വെച്ചു. അപ്പോഴാണ് ഒരു കൊറിയറുകാരൻ എത്തിയത്. ഓർഡർ ആക്കിയതായിരുന്നു. മക്കളുടെ ക്രോഷറ്റിൻ്റെ നൂല് തീർന്നിട്ടുണ്ടായിരുന്നു. ആദ്യം മേടിച്ചതൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഓർഡർ ആക്കിയതായിരുന്നു. ഇത് ഇവർക്കറിയില്ല. കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അവർ. പിന്നെ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തവർ രണ്ടുപേരാണ് ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ ഈ നൂലുകളൊക്കെ ഇതെനിക്ക് ഇത് നിനക്ക് എന്നുള്ളൊരു തർക്കമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ലാസ്റ്റ് രണ്ടുപേരും കൂടി തന്നെ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ രണ്ടുപേരും കൂടി യൂസ് ആക്കിക്കൊണ്ട് എന്നൊരു ഇതിലെത്തിയിട്ടാണ്. ചെറുതുങ്ങളാണെങ്കിലോ ഇവിടെ ഇരുന്ന് ടി വി കാണുകയാണ്. അപ്പോഴേക്കും ഞാൻ എൻ്റെ പടവലങ്ങയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച കറി ഇവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ നോക്കിയപ്പോൾ 2-3 വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത് വെച്ചൊരു കുഞ്ഞിക്കറി ആക്കാമെന്ന് വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചെടുത്തു. അതിലേക്ക് ചെറിയ ഉള്ളിയും വേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലോട്ട് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ അരിഞ്ഞ് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. പിന്നെ അതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കറിക്ക് മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെറിയൊരു ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഇവിടെ എൻ്റെ മൂത്താൾക്ക് കറികൾക്ക് മധുരം അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു. അപ്പം നമ്മുടെ വഴുതനങ്ങക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആകെ ഇടങ്ങേറായി. അടുക്കളയിൽ നല്ല ചൂടാണ്. അപ്പം മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ജ്യൂസ് അടിച്ചു. ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ.